ഇന്ന് ഡിസംബർ 1. നോമ്പ് ആരംഭിച്ചിരിക്കുന്നു. 8 നോമ്പ്. മാതാവിൻ്റെ തിരുനാളല്ലേ? അതേപോലെ പാറേൽപ്പള്ളിയിൽ പെരുന്നാളാണ്. വരുന്നോ? കുർബാന കാണാൻ പോവാം. അപ്പോൾ രാവിലെ പാവലിനും വെണ്ടയ്ക്കും ഒക്കെ വെള്ളം കുടിക്കാൻ കൊടുത്ത് ആകാശത്തോടും ഭൂമിയോടും കുശലം ചോദിച്ച് നന്ദി പറഞ്ഞ് തിരിയുമ്പോഴാണ് നമ്മുടെ പുതിയ അതിഥി എന്നെ ചുറ്റി വട്ടം കറങ്ങുന്നത് കണ്ടത്. എന്തോ ഒരു അത്ഭുത ജീവിയെ കണ്ടവണ്ണം ഇവളെന്നെ മിഴിച്ചു നോക്കി. എന്നാൽ പിന്നെ ഇന്ന് ഇവളോടൊപ്പം കുറച്ചു നേരം കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവളെയും കൊണ്ട് നമ്മുടെ പൂവുകളോടൊക്കെ കിന്നാരം പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവളുടെ ശരീരത്തിലെ ചിറകുകൾക്ക് എന്തോ കേടുപോലെ തോന്നി. എന്തോ പരിക്കുണ്ട്. കയ്യിലെടുത്ത് ഓമനിച്ച് പൂവുകൾ കൊണ്ടിരുത്തി പൂന്താനൊക്കെ കുടിപ്പിച്ചു. പാവം ഉറുമ്പുകളെ പേടിച്ച് അവൾ പിന്നെയും എൻ്റെ കൈകളിൽ തന്നെ കയറിപ്പറ്റി. നീലാകാശച്ചെരിവിൽ വട്ടമിട്ട് പറക്കുന്ന തുമ്പികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ എത്തി നോക്കി. കണ്ടില്ലേ, അടുത്തയാള് വലുതാണ്, പക്ഷേ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്താണാവോ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുറ്റിപ്പറ്റുന്നത്? എങ്കിലും സുന്ദരികളാണ് അല്ലേ? പാവലിൽ ചെറിയ കായകൾ പിടിച്ചിരിക്കുന്നു. ചുറ്റുപൂച്ചയുടെ കൂട്ടുകാരൻ മണ്ണിൽ കിടന്ന് മഞ്ഞിൻ്റെ തണുപ്പ് മാറ്റുകയാണ്. ഭൂമി കോടമഞ്ഞിൽ പുതഞ്ഞ് വെളുത്ത് പുതച്ച് നിൽക്കുന്നു. എല്ലായിടത്തും മഞ്ഞാണ് ഈ പ്രാവശ്യം. പണികൾ ഒത്തിരി ബാക്കിയുണ്ട് കേട്ടോ. പോട്ടെ, ടാറ്റാ. അല്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇതുകൂടി കേട്ടിട്ട് പോ. ഇന്ന് ഡിസംബർ 1 അപ്പോൾ ഒരു ചെറിയ പാട്ടുകൂടി കേട്ടിട്ട് പോകാം. മിഴികളിൽ നോക്കി ഞാനൊന്നു മിണ്ടിയിടട്ടെ, ചൊല്ലിയിടട്ടെ, ഒരു മാത്ര നിന്നെ കാണുവാൻ മോഹിച്ചു പോയതൻ ദിവ്യാനുരാഗം. ഇവളെന്നെ ശല്യം ചെയ്യുന്നു. രാവിലെ എണ്ണിപ്പിക്കുന്നത് ഇവളുടെ ഒരു തൊഴിലാണ്. കൊത്തി ഇരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ടാറ്റാ, ബൈ, പിന്നെ കാണാം കേട്ടോ. ഇവളാണ് എന്നെ ഉറക്കം എണ്ണിപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ. കൊത്തുകയാണ്, ഭയങ്കര കൊത്തലാ, കണ്ടില്ലേ?